മെഡിക്കൽ ഫീൽഡിൽ നിന്ന് സിനിമയിലേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ സാഹചര്യം തന്നെയാണ്. പ്ലാൻ ചെയ്ത് വന്നതൊന്നല്ല, പ്രിപ്പയർ ചെയ്ത് വന്നതുമല്ല. ഓരോ ദിവസം പഠിക്കുന്തോറും പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടും. നമ്മൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങിയ ഒരു സംരംഭം, ഒരു കാര്യം, സക്സസ് ഓർ ഫെയിലിയർ, അത് ഫിനിഷ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം എന്നുള്ളത് എൻ്റെ ഒരു ബേസിക് നേച്ചറാണ്. ഞാൻ ഡോക്ടർ ജാനറ്റ് ജെ. ഞാൻ ഫിലിം പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, പ്രൊഫസറാണ്. ഒരുപാട് സിനിമകൾ കാണിക്കാൻ എൻ്റെ പാരൻസ് കൊണ്ടുപോകുമായിരുന്നു. ഒരുപാട് പാട്ടുകൾ കേൾക്കുമായിരുന്നു. അപ്പോൾ സിനിമ എന്നുള്ള ആ ഒരു മീഡിയ അന്നൊക്കെ ഒരു ആഘോഷമാണല്ലോ, സെലിബ്രേഷൻ ആണല്ലോ. പിന്നെ ഞാൻ സ്കൂൾ തലയിൽ പാടുമായിരുന്നു, മോണാക്റ്റിൽ പങ്കെടുക്കുമായിരുന്നു, ഡ്രാമ ചെയ്യുമായിരുന്നു. അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ എനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം തന്നെ ഞാൻ നല്ലപോലെ ഉപയോഗിച്ചു. എല്ലാവരുടെ ഒപ്പം അഭിനയിക്കുന്നതോടൊപ്പം തന്നെ ഡയറക്റ്റ് ചെയ്യാനും ഈ സ്ക്രിപ്റ്റിലൊക്കെ ചെറിയ താല്പര്യമൊക്കെ വന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ വുമൻസ് വിങ്ങിൻ്റെ ഭാഗമായിട്ട് പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ ലൈവ് സ്കിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഓരോ ഹെൽത്ത് ഡേ പ്രോഗ്രാംസ് വരുമ്പോൾ അപ്പോൾ ഇതുപോലത്തെ സ്കിറ്റുകളും ഡ്രാമാസും എല്ലാം ചെയ്യുമായിരുന്നു. അതുകൂടാതെ ഇതെല്ലാം ചെയ്ത് കണ്ട് വന്നപ്പോഴാണ് അതിലത്തെ 1-2 പേര് പറഞ്ഞത് അഭിനയിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്താലോ എന്ന്. അങ്ങനെ ഞങ്ങളൊരു കണ്ണേട്ടൻ്റെ ഭാര്യ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് കണ്ടിട്ട് പിന്നെ കായംകുളം കൊച്ചുണ്ണി മകൻ എന്ന സീരിയലിൽ എന്നെ വിളിച്ചു. ഒരു കെട്ടിലമ്മ എന്നുള്ള ഒരു ടൈറ്റിലാണ് ചെയ്തത്. സ്റ്റെതസ്കോപ്പ് എന്ന സിനിമ ചെയ്തു. അതിൽ ഞാനൊരു നേഴ്സായിട്ടാണ് ചെയ്തത്. പിന്നെ ഞാൻ പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തു. അതിലൊരു തമിഴത്തി ചേച്ചിയായിട്ടാണ് ചെയ്തത്. പിന്നെ ഞാൻ ചെയ്തത് കാറ്റ് കടൽ അതിരുകൾ എന്നുള്ളത്. ആ പടത്തിൽ ഞാനൊരു ഉമ്മയായിട്ടാണ് ചെയ്തു. ഡയറക്ടർ കം പ്രൊഡ്യൂസറായിട്ട് ഇൻസ്പിറേഷൻ ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പടം ചെയ്തല്ലോ. സ്റ്റെതസ്കോപ്പ്, പ്രശ്നപരിഹാരശാല, കാറ്റുകടൽ അതിരുകൾ. അപ്പോൾ ഒക്കെ അവരൊരു ഫിലിം ലാംഗ്വേജ് യൂസ് ചെയ്യും. ആ ഫിലിം ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് അറിയില്ല. നമ്മൾ ആക്ഷൻ കട്ട് അതിൻ്റെ ഇടയിൽ അഭിനയിച്ച് പോകുന്നു ഒരു കഥാപാത്രങ്ങളായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകവും ഒരു എന്തൂസിയാസ്റ്റിക്കും ഫീല് വന്നു. ഇത് ഡയറക്ഷൻ കൊള്ളാം, പഠിക്കണം, അവരുടെ ഫിലിം ലാംഗ്വേജ് നല്ലൊരു ഇഷ്ടം തോന്നി എനിക്ക്. അപ്പാർട്ട് ഫ്രം ദ ആക്ടിങ്ങിൽ എനിക്ക് ഡയറക്ഷനും കൂടി വേണമെന്ന് തോന്നി. അപ്പോൾ വെറുതെ അങ്ങ് ഡയറക്റ്റ് ചെയ്യണ്ട, സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിക്കാമെന്ന് കരുതി ഓറോവില്ലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോണ്ടിച്ചേരിയിൽ FTIയുടെ ഒരു ഷോർട്ട് ടേം കോഴ്സസ് ഉണ്ടായിരുന്നു. 100-ലധികം ഡയറക്ടേഴ്സ് പാൻ ഇന്ത്യയിൽ വന്നിരുന്നു. അവരുടെ ഒപ്പം ഞാനും ഒരാളായിട്ട് ഒരു 10 ഡേ റെസിഡൻഷ്യൽ കോഴ്സ് ചെയ്തു. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാനൊരു ഹോളി കൗ എന്ന ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു. പിന്നെ പ്രൊഡ്യൂസറിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെപ്പോലെ ആദ്യമായിട്ട് വരുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഒരു ഫുൾ ഫ്ലഡ്ജ് ലീഡ് റോൾ ചെയ്യാൻ പറ്റിയ അവസരങ്ങൾ തരുന്ന പ്രൊഡ്യൂസേഴ്സ് കുറവായിരിക്കും. പിന്നെ ഷോർട്ട് ഫിലിമിന് അധികം ബഡ്ജറ്റ് വേണ്ടല്ലോ. അങ്ങനെ 5-6 ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെൻ്ററിയും ചെയ്തിട്ടാണ് ഞാനൊരു പ്രൊഡ്യൂസറായിട്ട് വരുന്നത്. സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു പ്രൊഫഷണൽ ഡയറക്ടേഴ്സ് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, മൊത്തം ക്രൂവിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങനെ ഹോളി കവ്, മൈ റെഡ് കാർപ്പറ്റ്, പിന്നെ ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം ഗ്രീൻ ഗ്രൂവ്, പിന്നെ ദ ഡേ റിപ്പീറ്റ്സ്, രാമേശ്വരി ചെയ്തു. പിന്നെ ഒരു ഫുൾ പ്ലഡ്ജഡ് ഫിലിമായിട്ട് ചെയ്യാനായിട്ട് സെൻസർ ബോർഡ് സർട്ടിഫൈഡ് വിൻഡോ 2020 എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി ചെയ്തു. അത് സെൻസർ ബോർഡ് സർട്ടിഫൈഡ് ആയിരുന്നു. അതിനുശേഷം ഒരു ഫീച്ചർ ഫിലിം ചെയ്തു, നന്നായി കൂടെ എന്ന മലയാളം ഫീച്ചർ ഫിലിം കഴിഞ്ഞ വർഷം 2023 ഏപ്രിൽ 7 റിലീസ്. വളരെ ആഗ്രഹത്തോടു കൂടി എനിക്കൊരു റോൾ മോഡലോ അങ്ങനെയൊന്നുമില്ല. സ്വയം പോയി പഠിച്ച് മറ്റുള്ളവരെ കണ്ട് സിനിമകൾ കണ്ട് കേട്ട് വായിച്ച് അങ്ങനെ ഇഷ്ടപ്പെട്ട്, പിന്നെ പാരൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ കാണിച്ച് അങ്ങനെ ഇഷ്ടപ്പെട്ട് വന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരു സിനിമ ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു മോഹം, റൈറ്റിംഗ്, ആദ്യം കഥ എഴുതിയത് 1 ലൈൻ മുതൽ, അത് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തത്, ഡയലോഗ് എഴുതിയത്, പിന്നെ കാസ്റ്റിന് വേണ്ടിയിട്ട് ഓരോ ലീഡ് റോൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു കാസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, പിന്നെ മ്യൂസിക് ഡയറക്ടറെ കണ്ടെത്തിയത്. അങ്ങനെയാണ് മെജോ ജോസഫ് എന്ന നല്ല കൂട്ടുകാരനെയും കിട്ടിയത്. അതുപോലെ തന്നെ എനിക്ക് കോസ്റ്റ്യൂം, ഓരോ ക്യാരക്ടറിന് വേണ്ടിയ കോസ്റ്റ്യൂംസ്, അതുപോലെ പ്രോപ്പർട്ടീസ്, ലൊക്കേഷൻ ഹണ്ട്, ഇത്
ഇത്രയും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തു. അങ്ങനെയാണ് ഞാൻ നന്നായിക്കൂടെ എന്ന പടം ചെയ്തത്. ഞാനിപ്പോൾ കോഴിക്കോട് മലബാർ മെഡിക്കൽ കോളേജിൻ്റെ കീഴിലുള്ള ശ്രീ ആഞ്ജനേയ നഴ്സിംഗ് കോളേജിലെ പ്രൊഫസർ HOD ആണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിൽ ഫീൽ ചെയ്തത് പ്രൊഫഷൻ ഓക്കെ, അത് പാരൻസ് ഒരുപാട് ബുദ്ധിമുട്ടി പഠിപ്പിച്ച ഒരു മേഖലയാണ്. ഞാനും നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ പഠിച്ച് PhD നഴ്സിങ്ങും PhD സൈക്കോളജിയും MSW അങ്ങനെ കുറേ PG, കുറേ ഡബിൾ PhD, ഡോക്ടറേറ്റ് ഡിഗ്രി ഒക്കെ എടുത്തു. പക്ഷേ ഈ സിനിമ ഫീൽഡിലും മാസ് മീഡിയയിലും വിഷ്വൽ മീഡിയയിലും വരുന്ന ഒരു അഫെക്ഷൻ, അട്രാക്ഷൻ, അതിനോടുള്ള ഒരു എന്തൂസിയാസം എന്ന് പറയുന്നത് വേറെയാണ്. ദാറ്റ്സ് എ മാജിക്. കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നമ്മൾ ഒരുപാട് പഠിച്ച് ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പേപ്പർ പ്രസൻറ്റേഷന് പോകുന്നു, പ്രൈസ് വാങ്ങിക്കുന്നു, പഠിപ്പിക്കുന്നു, PhD എടുക്കുന്നു. അതിനേക്കാട്ടിലുപരി ആൾക്കാർ കൂടുതൽ എന്നോട് ചോദിച്ചിരുന്നത് ആ സീരിയൽ ചെയ്തു, ഈ അങ്ങനെയാണ്. അപ്പോൾ അത് ഹൗ മച്ച് ഈ ഒരു ഫിലിം ഫീൽഡ് ആൾക്കാരിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ആസ് എ പേഴ്സൺ ഐ ലവ് ടു ഡു ഫിലിം. അങ്ങനെയാണ് ഞാൻ ഈ ഇതിലേക്ക് വരും. ഓട്ടോമാറ്റിക്കലി എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ഒരു ഉത്തരവാദിത്തപ്പെട്ട അധ്യാപികയല്ലേ, HOD അല്ലേ, പ്രൊഫസർ അല്ലേ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ? ഞാൻ എൻ്റെ ജോലികളൊക്കെ കൃത്യമായിട്ട് തീർക്കാറുണ്ട്. യൂണിവേഴ്സിറ്റിയും കോളേജിലും ഏൽപ്പിക്കുന്ന ജോലികൾ അഡ്വാൻസ് ചെയ്യാറുണ്ട്. എൻ്റെ കോളേജ് സമയം കഴിഞ്ഞിട്ടുള്ള ഇടവേളകളിൽ, ലീവുകളിൽ, ഓഫുകളിലാണ് മറ്റ് സിനിമാ പ്രവർത്തനം. അക്കാഡമിക് ആക്ടിവിറ്റീസിനെയും വിദ്യാഭ്യാസത്തെയും എൻ്റെ റെസ്പോൺസിബിലിറ്റിയെയും ബ്രേക്ക് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിനുള്ള പൂർണ്ണ ഇൻഡിപെൻഡൻസിയും ഫ്രീഡവും എൻകറേജ്മെൻറ്റും കിട്ടുന്നത് എൻ്റെ മാനേജ്മെൻറ്റിൽ നിന്നും എൻ്റെ ഫാമിലിയിൽ നിന്നും തന്നെ. ഭജൻ ഷോയിലേക്ക് വന്നത് എൻ്റെ രണ്ടാമത്തെ മോൾ ആരതി KB സ്റ്റാർ ലൈഫ് മിസ് കേരള ആയിരുന്നു. അവരുടെ ഫിനാലെ നടന്നത് ആഗ്രയിലാണ്. ആക്ച്വലി അവളുടെ കൂടെ എസ്കോട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പാജൻ ഷോയിലെ അവരുടെ പ്രാക്ടീസ്, ഈ റൺവേയിൽ നടക്കുന്ന സ്റ്റൈല്, ടേബിൾ എറ്റിക്യൂട്ട്, പേഴ്സണാലിറ്റി, ഡെൻ്റൽ കെയർ, അങ്ങനെ ഒരുപാട് സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. അപ്പോൾ മോൾ തന്നെയാണ് എന്നോട് ഇങ്ങനെ മിസ്സിസ് സൂപ്പർ മോഡൽ ഓഫ് ഇന്ത്യ വരുന്നുണ്ട്, അതിലമ്മ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ കൂടെ വന്ന് ഞാൻ അതിൽ പങ്കെടുക്കുകയാണ് ഉണ്ടായത്. അതിൽ ഞാൻ മിസ്സിസ് സൂപ്പർ മോഡൽ ഓഫ് ഇന്ത്യ 2021 ക്രൗൺ സ്വന്തമാക്കി. പിന്നെ കഴിഞ്ഞ വർഷം നടന്ന കേരളയിൽ നടന്ന മിസ്സിസ് കേരളം 2023 മിസ്സിസ് കൺജനിയാലിറ്റി എന്നുള്ള ടൈറ്റിലും കിട്ടി. ഈ ഫാഷൻ ഷോയിൽ കാണുന്ന പോലെ പലതരം ഡ്രസ്സ് ഇട്ട് നടന്നു പോകുകയിലുപരി പാജൻ ഷോ ഈസ് ദ ഇൻ്റലിജൻറ്റ് ഷോ. അതിൽ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെ റൺവേയിലേക്ക് നടക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര കറേജാണ്. അപ്പോൾ അങ്ങനെ ഞാൻ റൺവേയിലെ പാജൻ ഷോയിൽ 2 ടൈറ്റിൽ വിന്നറൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും പ്രായവ്യത്യാസമില്ലാതെ റൺവേയിൽ നടക്കുക, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ബോഡിയുടെ ഇമ്പോർട്ടൻസ്, നമ്മുടെ ബോഡി ഹെൽത്ത്, ബ്യൂട്ടി, ബോൾഡായിരിക്കേണ്ട ആവശ്യകത, എല്ലാ ട്രെയിനിങ് അവിടെ കിട്ടും. അപ്പോൾ അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും ഈ ഫിലിം ഫീൽഡിലും ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. സ്ട്രഗിൾസേ ഉള്ളൂ, ചാലഞ്ചസും. അത് രണ്ടും സൈമൾട്ടേനിയസ്ലി നമ്മുടെ പ്രോസസ്സിലൊപ്പം ഉണ്ടാവും. ആദ്യം നമ്മൾ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, എഴുതണം, ഡയലോഗ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതിൻ്റെ ഗ്രാമർ, അതിൻ്റെ ലാംഗ്വേജ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ വേറൊരാൾക്ക് വായിക്കാൻ കൊടുക്കുമ്പോൾ അവരുടെ കമൻസ്, അതിൽ പോസിറ്റീവും നെഗറ്റീവും ഫേവറബിളും അൺഫേവറബിളും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വർക്ക് പ്ലേസിൽ പോകുമ്പോൾ പ്രീ പ്രൊഡക്ഷൻ വർക്ക് മീറ്റിങ്സിലായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ, ചിലർ നമ്മുടെ എടുത്ത റെസ്പോൺസിബിലിറ്റി ആയ ജോലികൾ അതിനേക്കാളും നല്ല മികച്ച പ്രോജക്ട്സ് വരുമ്പോൾ വിട്ടിട്ട് പോകും. റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കുകയും അത്തരം വർക്ക് ഔട്ട്പുട്ട് തരാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ അത് ലൊക്കേഷനിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ് നാച്ചുറൽ ഇവൻറ്റ്സ്, പിന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബിഹേവിയർ, വെതർ, എല്ലാ കാര്യങ്ങളൊക്കെ ചാലഞ്ച് സ്ട്രഗിൾ തന്നെയാണ്. അൾട്ടിമേറ്റ്ലി മൈൻഡ് സെറ്റ്. നമുക്ക് പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാവാം, ഇഷ്യൂസ് ഉണ്ടാവാം, ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവാം, വർക്ക് പ്ലേസിൽ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ സപ്പോർട്ട് കിട്ടിയെന്ന് വരില്ല, ഇൻസൾട്ടഡ്, നെഗ്ലക്ഷൻ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ വരും. അതൊക്കെ ഒരു ചാലഞ്ചസ് തന്നെയാണ്. ചാലഞ്ചസും സ്ട്രഗിൾസും ചേർന്നതാണ്
നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല, നമ്മളെപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. അത് ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി, നമ്മുടെ സ്റ്റൈൽ ഓഫ് ലൈഫും നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൊഫഷനും തമ്മിലുള്ള സിങ്ക് അതിൽ ജെല്ലായിരിക്കണം. അങ്ങനത്തെ കാര്യം നോക്കണം. പിന്നെ നമ്മൾ വിചാരിക്കും എല്ലാം കറക്റ്റാണെന്ന്. കറക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അക്യുറേറ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ വേണം, അക്യുറേറ്റ് ആയിരിക്കണം, ഹാർഡ് വർക്ക് വേണം, ഡെഡിക്കേഷൻ വേണം. ഇതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ആരെങ്കിലും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മളെ വലിയ സ്റ്റാറാക്കും, അല്ലെങ്കിൽ ഡയറക്ടറാക്കും, പ്രൊഡ്യൂസറാക്കും എന്നൊന്നുമില്ല. കഷ്ടപ്പെടണം. അതിന് നമ്മൾ നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കണം, മെൻ്റലി നമ്മൾ പീസ്ഫുൾ ആയിരിക്കണം, ശരി തെറ്റ് തിരിച്ചറിയണം. പിന്നെ നമ്മൾ സമൂഹത്തിലിരിക്കുന്ന ഓരോ മാറ്റങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് നല്ല പോലെ അറിയാം.